ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്റർ ജി കെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഏതായിരുന്നു 60/2022 എന്നുള്ള നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഏതാണ്, അതായത് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നലെ എടുത്തത്. അതിൽ 53/2022 ഉണ്ടായിരുന്നു, അതേപോലെ 60/2022 20 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വരുന്നത് 63/2022. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷമേത്? അയിത്ത നിരോധന നിയമം എന്നാണ്? 1955 അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. അതെന്നാണ്? നമ്മുടെ ജൂൺ 1 അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ 17 നമ്മൾ എന്താണ് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് പാസാക്കിയ നിയമമായിരുന്നു ആർട്ടിക്കിൾ 17. അതുമായി ബന്ധപ്പെട്ടാണ് എന്താ അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. നെക്സ്റ്റ് ആണ്, പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയിൽ ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്താ? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ശരീരം ഹാജരാക്കുക. അപ്പൊ നമുക്കറിയാം 5 റിട്ടുകളാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നതിൽ നമുക്ക് 5 റിട്ടുകൾ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 32 പ്രകാരം. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ് ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, സെർഷ്യോററി ഉണ്ട്, മാൻഡമസ് ഉണ്ട്, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, ഏതാണ്? കോവാറന്റോ. അങ്ങനെ 5 റിട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? എത്രയാണ്? 6 മൗലിക അവകാശങ്ങളല്ലേ പറയുന്നത്. നമുക്കറിയാം ഏതാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത്, ഏതാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. അതായത് ഭാഗം എത്രയാണ്? ഭാഗം 3 മൗലികാവകാശങ്ങൾ. നമ്മൾ മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? അത് USA-യിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം എന്താണ് 44 ഭേദഗതി പ്രകാരം, അതായത് ഏത് വർഷം? 1978. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, 4 കൂടി കൂട്ടുമ്പോൾ 8, അങ്ങനെ കണക്ട് ചെയ്യുക. 42 ഭേദഗതി ഏത് വർഷമാണ്? 1976 4 കൂടി കൂട്ടുമ്പോൾ 6 കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. 1978 44 ഭേദഗതി പ്രകാരമാണ് എന്താ? നേരത്തെ മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. അതായത് സ്വത്തവകാശവും കൂടി മൗലികാവകാശമായിരുന്നു. അതിൽ നിന്ന് മാറ്റി ഇപ്പൊ സ്വത്തവകാശം പറയുന്ന 300A സ്വത്തവകാശം എന്നത് എന്തായിട്ട് മാറി? ഒരു നിയമ അവകാശമായിട്ട് മാറിയിട്ടുണ്ട്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ് ചോദിച്ചിരിക്കുന്ന? മൗലിക ചുമതലകൾ. അതായത് 42 ഭേദഗതി. ഞാനിപ്പോൾ പറഞ്ഞു 42 ഭേദഗതി 1976 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയതൊക്കെ ഏതാണ്? ഈ പറയുന്ന 42 ഭേദഗതിയാണ്. അത് പ്രകാരമാണ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഈ പറഞ്ഞ നിലവിൽ 11 ഉണ്ട്, ഈ 10 കൂട്ടിച്ചേർത്തത് 42 ഭേദഗതി 1976 പ്രകാരമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്? എന്നാണ് അംഗീകരിച്ചത്? അത് 1947 ജൂലൈ 22 ത്രിവർണ പതാകയെ അംഗീകരിച്ചത്. അപ്പൊ ത്രിവർണ പതാകയുടെ അതാരായിരുന്നു അതിന്റെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എന്നാണ് അതിനെ അംഗീകരിച്ചത്? അതിന്റെ നീളവും വിദ്യയും നമ്മൾ അംശബന്ധവും പഠിച്ചു വെക്കുക. അത് എത്രയാണ്? 3:2 ആണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത്? അത് ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. എങ്കിൽ ചോദിക്കട്ടെ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഗോദാവരിയാണ്, ദക്ഷിണ ഗംഗ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ദേശീയ ഗീതമാണ് ചോദിച്ചത്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്. ഏതാണ് നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്? വന്ദേ മാതരമാണ്. അതിന്റെ രാഗം ഏതാണ്? അത് ദേശരാഗമാണ്. 1950 ജനുവരി 24 ഈ പറയുന്ന ദേശീയ ഗീതവും അതേപോലെ തന്നെ ദേശീയ ഗാനവും എന്ത് ചെയ്യുന്നത്? നമ്മളെ അംഗീകരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന് ഏകദേശം 65 സെക്കൻഡാണ് സമയം പറയുന്നത്. ദേശീയ ഗീതം പൊതുവെ ചോദിക്കാറില്ല, എങ്കിലും 65 സെക്കൻഡ് നമ്മൾ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. അത് എത്ര സെക്കൻഡാണ്? അത് 52 സെക്കൻഡാണ് ദേശീയ ഗാനം. അതിന്റെ രാഗം ഏതാണ്? ദേശീയ ഗീതം ദേശരാഗമാണെങ്കിൽ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഏതാണ്? ശങ്കരാഭരണമാണ്, ശങ്കരാഭരണം.
അതേപോലെ തന്നെ ദേശീയ ഗാനം അതായത് ചെറിയ സമയം, അതായത് ചുരുങ്ങിയ വേർഷൻ ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ അല്ലെ ചെയർമാനായ മലയാളിയായിരുന്നു. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം നമുക്കറിയാം, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, MKSS എന്ന് പറയും, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് ബ്രഹ്മസമാജം എന്താണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആദ്യത്തെ അറിയാം, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 1, 4 ആണെന്ന് മനസ്സിലായി. ബാക്കി എല്ലാം കട്ട് ചെയ്യുക. ബാക്കി ഒന്ന് നോക്കിയില്ലേ പോലും നമുക്ക് മനസ്സിലാകും. 1, 4 ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗാണ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേശവ് ചന്ദ്ര സെൻ ആണ്. അപ്പൊ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം എന്നായിരുന്നു? 1942 അല്ലേ? അത് ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ്. അത് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ആണ് സാന്താൾ കലാപം നടന്ന വർഷം ഏത്? സാന്താൾ കലാപം ഏതാണ്? 1855-56 കാലയളവിൽ നടന്നതാണ് സാന്താൾ കലാപം. അവിടുത്തെ ആരൊക്കെയായിരുന്നു? സിദ്ധുവും കാൻഹുവും, അങ്ങനെ 2 നേതാക്കന്മാരായിരുന്നു ഈ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ഏതാണ്? ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? അത് സി ശങ്കരൻ നായർ ആണ്. എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി എന്ന് പറയുന്നത്. അദ്ദേഹം ഏത് ഇതിലാണ്? 1897 അമരാവതി സമ്മേളനത്തിലാണ് എന്താകുന്നത്? ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായർ എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രസിഡന്റ് ആകുന്ന 2ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് അനന്ത ചാർലു ആണ്. പി അനന്ത ചാർലു. അതായത് 1891 നാഗ്പൂർ സമ്മേളനത്തിലാണ് അനന്ത ചാർലു എന്താകുന്നത്? പ്രസിഡന്റ് ആകുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? അത് 1857 മെയ് 10 എവിടെയാണ്? മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. നെക്സ്റ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ ദിനം. അപ്പൊ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 1942 ക്വിറ്റ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. അത് ഏത് ദിനമാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം വരുന്നത് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് വരുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്ന് പറയുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം ഏതാണ്? സൈനിക മുന്നേറ്റം എന്ന് പറയുന്നത് ഓപ്പറേഷൻ വിജയ് ആണ്. എന്താണ്? ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാ ചോദിച്ചിരിക്കുന്നത്? ആരായിരുന്നു? ഫസൽ അലിയാണ് അല്ലെ? ഫസൽ അലി 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിതമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 സ്റ്റേറ്റും അതേപോലെ തന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് നിലവിൽ വരുന്നത്. ഓക്കെ. അപ്പൊ നവംബർ 1 നമുക്കറിയാം കേരളപ്പിറവി അന്നാണ് നമ്മുടെ കേരളം ഒക്കെ വന്നത്. അപ്പൊ നമുക്കറിയാവുന്ന എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആരാ? ഫസൽ അലി. അതേപോലെ മറ്റംഗങ്ങൾ ആരായിരുന്നു? HN ഗുൻസ്രു ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആരാണ്? സർദാർ KM പണിക്കർ ഉണ്ടായിരുന്നു. ഓക്കെ. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ് കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്
ഏതാണ് സിംഹവാലൻ കുരങ്ങുകൾ? നമുക്കറിയാം അല്ലെ, സൈലന്റ് വാലിയാണ്, വെടിപ്ലാവുകളുടെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ സിംഹവാലൻ കുരങ്ങുകൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ സൈലന്റ് വാലിയുമായിട്ടാണ്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം, ഏക അല്ല ശരിക്കും തന്നിരിക്കുന്നതിൽ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകവും എന്താണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് എന്താ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല, മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. അതിൽ തന്നെ നമുക്കൊരു വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ്? അതായത് മത്സ്യത്തൊഴിലാളികളാണ് ഈ പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴയിലാണ്. ഇതാണ് നമ്മുടെ PSC ആൻസർ ആയിട്ട് തന്നിരുന്നത്. എങ്കിൽ ചോദിക്കാറുണ്ട്, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലുള്ളതെങ്കിൽ അത് എറണാകുളത്തും, അതേപോലെ കടലിനെ ആശ്രയിച്ചുള്ള മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്തുമാണ്. മത്സ്യത്തൊഴിലാളികൾ അതായത് ഉൾനാടനും കടലും എല്ലാം കൂടി കൂട്ടുമ്പോഴേക്കും മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? മറയൂർ ചന്ദനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതായിരിക്കും? തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്കറിയാം, അത് എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പെരിയാർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 പെരിയാർ. രണ്ടാമത് വരുന്ന ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209. മൂന്നാമത് വരുന്ന പമ്പയാണ്. പമ്പയുടെ നീളം എന്ന് പറയുന്നത് 176. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? സ്പ്ലാഷ് എന്ന് പറയുന്നത്. സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് നമുക്ക് ഏതാണ് അറിയാവുന്നത്? വേലുത്തമ്പി കലാപം. ആദ്യ ഭാഷ എന്ന ഗ്രന്ഥം എഴുതിയതാണ് ആര്? ചട്ടമ്പി സ്വാമികളുടെ മറ്റു കൃതികളാണ് പ്രധാനപ്പെട്ടതാണ് പ്രാചീന മലയാളമുണ്ട്, അതേപോലെ മോക്ഷപ്രദീപ ഖണ്ഡനമുണ്ട്, വേദാധികാര നിരൂപണമുണ്ട്, ക്രിസ്തുമത നിരൂപണമുണ്ട്. ഇതൊക്കെ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ ലഹള എന്നൊക്കെ പറയുന്നത് എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത്? ദൈവദശകം, ശിവദശകം, ദർശനമാല ഇവയെല്ലാം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുദേവന്റേതാണ്. നിജാനന്ദ വിലാസം. അപ്പൊ ആൻസർ പറയുന്നത് നിജാനന്ദ വിലാസമാണ്. ഇത് ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. അതായത് ചട്ടമ്പി സ്വാമികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതിയാണ് ഈ പറയുന്ന നിജാനന്ദ വിലാസം. അതായത് ഒരു സുന്ദരസ്വാമിയുടെ ഒരു തമിഴ് കൃതിയുടെ ഒരു ട്രാൻസ്ലേഷൻ ആണ് നിജാനന്ദ വിലാസം എന്ന് പറയുന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹം കേളപ്പൻ, പയ്യന്നൂർ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം എവിടെയായിരുന്നു എന്നാണ്. എവിടെയാണ്? തൃശ്ശൂർ. അത് ഏത് വർഷമായിരുന്നു? 1936 തൃശ്ശൂരിലായിരുന്നു ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന യോഗം അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന യോഗം വരുന്നത്. അതേപോലെ വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം അത് 1893 അതേപോലെ തന്നെ കല്ലുമാല സമരം 1915 കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്ന മറ്റൊന്നാണ് കവിതിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, കവിതിലകൻ. അതേപോലെ തന്നെ 2022 നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് MK കുഞ്ഞോൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് എന്തെന്ന് പറയുന്നത്? സവർണജാഥ. നമ്മൾ നേരത്തെ പറഞ്ഞു മന്നത്ത് പത്മനാഭൻ നയിച്ചതാണ് സവർണജാഥ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വിമോചന സമരം, പന്ത്യഭോജനം, സത്യാഗ്രഹം ഒന്നുമല്ല, പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. നമ്മുടെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ അദ്ദേഹം നയിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യരിലെ പ്രധാന വിസർജന അവയവം എന്ന് പറയുന്നത്? വൃക്കകളാണ്. ഓക്കെ, വൃക്കയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ അതായത് ശരീരത്തിലെ അരിപ്പ എന്നൊക്കെ അറിയപ്പെടുന്നത് വൃക്കയാണ്. ശ്വസന പ്രവർത്തനങ്ങൾ നിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്വാസവുമുണ്ട് ഉച്ഛ്വാസവുമുണ്ട്. നിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ്. ശരിയായതാണ് വേണ്ടത് അല്ലെ.
ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഒന്ന് എന്തായാലും ശരിയാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇതല്ല ആൻസർ. നമുക്ക് ശരിയായതാണ് വേണ്ടത്. ഇനി ഒന്നിന്റെ കൂട്ടത്തിൽ വരുന്ന ഏതാന്ന് നോക്കിയാൽ മതി. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. വ്യാപ്തി വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? പുറത്തുനിന്നുള്ള വായു അകത്തേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഇതല്ല. വായുമർദ്ദം കൂടുന്നു. മർദ്ദം കൂടുമ്പോഴാണ്, ഉള്ളിൽ മർദ്ദം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അപ്പൊ എന്താണ്? 3 ആൻസർ ആയിട്ട് വരും. വായുമർദ്ദം കുറയുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിലത്തെ വായുമർദ്ദം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും മർദ്ദം എന്താണ്? കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കല്ലേ എപ്പോഴും ഒഴുകുന്നത്. അപ്പൊ ഇതും എന്താണ്? ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ്? റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ അല്ലെ. സി എന്താണ്? സ്കർവി ആണ്. ഓക്കെ. ഈ എ നിശാന്തത ഒക്കെ വരുന്നത് എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. ബി ആണെങ്കിൽ ബെറിബെറി പറയും അല്ലെ. നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവർ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം? എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഡെഫിഷ്യൻസി അല്ലെ, വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? എയ്ഡ്സ് ഉള്ളതായിരിക്കും ആൻസർ. അപ്പൊ എന്തായാലും ക്ഷയം, നിപ്പ എന്ന് പറയുന്നത് എന്തായാലും വരില്ല. ക്ഷയം എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, അതായത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പൊ ഇതെല്ലാം. അതേപോലെ തന്നെ മലേറിയ അഥവാ മലമ്പനി എന്താണ്? പ്രോട്ടോസോവൽ ഡിസീസസ് ആണ്. അപ്പൊ ക്ഷയമുള്ളതല്ല. അപ്പൊ ഏതാണ്? നിപ്പ വൈറസും എയ്ഡ്സും എന്താണ്? വൈറസ് ആണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് എന്താ? ആർദ്രം പദ്ധതി. ആർദ്രം ലൈഫ് മിഷനൊക്കെ എന്താണ്? നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് നൈട്രജൻ ആണ്. ഹരിതഗൃഹ വാതകം അല്ലാത്തത്. മണ്ണ് നശീകരണത്തിന് കാരണമാകാത്തത് റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത, സസ്യപരിപാലനം അല്ലെ. സസ്യങ്ങളെ പരിപാലിക്കുന്നതാണ് എന്ത്? വനനശീകരണത്തിന് എന്താണ് എഫക്ട് ചെയ്യുന്ന ഒരു സാധനം അല്ലെ. നമ്മളോട് ചോദിച്ചിരുന്നത് കാരണമാകാത്തതാണ്. അപ്പൊ എന്താണ്? സസ്യപരിപാലനമാണ്. അപ്പൊ വനനശീകരണം എന്ന് പറയുന്നത് എഫക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? റോഡുകൾ നിർമ്മിക്കുന്നത്. വ്യാവസായികമായ വളർച്ചയ്ക്ക് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിന്റെ ചുറ്റുമുള്ള വനങ്ങളൊക്കെ നശിപ്പിച്ചു കളയും. ഇനി ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്രോൾ ആണ്. പശയും പ്ലൈവുഡും മെഴുകും ഒക്കെ ഡയറക്റ്റ് വനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് എന്തെന്ന് പറയുന്നത്? പ്രിയങ്ക. ഓക്കെ, പ്രിയങ്കയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് നമ്മുടെ കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെയും അതേപോലെ ന്യൂട്രോണിന്റെയും എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ഇതും ശരിയാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്ന പേര് ഐസോബാർ അല്ല. അതെന്താണ്? ഐസോടോപ്പ് ആണ്. ഐസോടോപ്പ്. അപ്പൊ എന്താണ്? 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം അത് ഏതാണ്? അത് പ്ലവന പ്രക്രിയയാണ്. സിങ്ക് ബ്ലെൻഡ്. ഇത് നമ്മുടെ 9-ലെ 10-ലെ ലോഹങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, ലോഹസംഘ. ആ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ് ഇത്. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ അത് എത്രയാണ്? 2, 8, 8, 2 മൊത്തം 20 ആണ്. അപ്പൊ ആദ്യത്തെ ഷെല്ല് നമ്മൾ 2 നിറച്ചു. അതായത് നമുക്കറിയാം KLMN ഇങ്ങനെയാണ്. അത് എത്ര എണ്ണം ഉണ്ട്? ബാഹ്യതമ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇത് 4ാമത്തെ നമ്പറാണ്. അപ്പൊ 4 എണ്ണമാണ് ഉള്ളത് ബാഹ്യതമ ഷെല്ല് എന്ന് പറയുന്നത്. ഡ്യൂട്ടീരിയത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 1 പ്രൊട്ടിയം, 2 ഡ്യൂട്ടീരിയം, 3 ട്രിഷ്യം. പ്രൊട്ടിയം എന്ന് പറയുന്നത് ന്യൂട്രോണുകൾ ഇല്ലാത്തതാണ്. ഇനി അടുത്തത് എന്താണ്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് 1 ന്യൂട്രോൺ ഉള്ളതും ട്രിഷ്യം എന്ന് പറയുന്നത് 2 ന്യൂട്രോൺ ഉള്ളതുമാണ്. ഓക്കെ അല്ലേ? ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ, അപ്പൊ ഡ്യൂട്ടീരിയത്തിൽ എത്രയാണ്? 1 ആണ് ആൻസർ. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് എന്ത്? സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? അതായത് ഒരു വസ്തു ചലിച്ചു, അപ്പൊ എന്താണ്? അതിന് ഗതികോർജ്ജമാണ്. ഗതികോർജ്ജത്തിന്റെ ഇക്വേഷൻ എന്താണ്? 12mv². ഇതാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഈ V ആണ് ഇവിടെ പ്രവേഗം എന്ന് പറയുന്നത്. ഈ V എന്താക്കി മാറ്റി? 12m. അത് ഡബിൾ ആക്കി മാറ്റി. സോ 2v² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 12m4v². 12mv² × 4 എന്ന് വരും. അപ്പൊ എന്താണ്? ഇതാണ് നമ്മുടെ ഗതികോർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ എത്രയായിട്ട് മാറി? 4 ഇരട്ടിയായിട്ട് മാറും. 4 ഇരട്ടി.
ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിന്റെ ഭാരം എന്നറിയപ്പെടുന്നത്. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് എന്താ സോളാർ. ഇത് നമ്മുടെ ക്യാൻസൽ ചെയ്താണ് കേട്ടോ, PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയ നിറം ഏതിനാണ്? അല്ലെ, കൂടിയത് ഏത് നിറത്തിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, വിബ്ജിയോർ അല്ലെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതാണ് നമ്മൾ പഠിക്കുന്ന ഓർഡർ. ഇതിൽ ഇങ്ങോട്ടേക്ക് പോകും തോറും തരംഗദൈർഘ്യം എന്ത് സംഭവിക്കുന്നുണ്ട്? തരംഗദൈർഘ്യം കൂടും. അതേപോലെ ആവൃത്തി എന്ത് ചെയ്യുന്നുണ്ട്? ആവൃത്തി കുറയും. നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് തരംഗദൈർഘ്യവും ആവൃത്തിയും. അപ്പൊ തന്നിരിക്കുന്നതിൽ ഇങ്ങോട്ടേക്കുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഏതിനായിരിക്കും? റെഡിനാണ്. റെഡ് നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പൊ എന്താണ് നെക്സ്റ്റ് ഏത് വരും? ഓറഞ്ച്. ഓറഞ്ച് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി ഓറഞ്ചും ഇല്ലെങ്കിലോ അടുത്ത് എന്ത് നോക്കണം? മഞ്ഞ ഉണ്ടോ എന്ന് നോക്കണം. അതും ഇല്ലെങ്കിൽ എന്താണ്? പച്ചയുണ്ടോ എന്ന് നോക്കണം. കണ്ടോ, അതാണ് അപ്പൊ തരംഗദൈർഘ്യം. ഈ ഓറഞ്ചിന്റെ പ്ലേസിൽ വേറെ എന്തെങ്കിലും തന്നിട്ട് നമുക്ക് എന്താണ്, പിന്നെ നമുക്ക് അറിയാവുന്ന പച്ചയായിരിക്കും. മനസ്സിലായോ? ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. നെക്സ്റ്റ് 68/2022 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഏതിനാണ്? ഹൃദയ രാഗങ്ങൾക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമ്മൾ ജസ്റ്റ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ജസ്റ്റ് നോക്കാം. അതിൽ ബാലസാഹിത്യത്തിനാണ് ആർക്ക് ലഭിച്ചത്? ഇത് കഴിഞ്ഞ LGS ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രിയ എസിന്. ഓക്കെ, പ്രിയ എസിനാണ് എന്ത്? ബാലസാഹിത്യം. പ്രിയ എസ് അല്ലട്ട, പ്രിയ AS. ഏതാണ്? നമ്മുടെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന ആ ഒരു പുസ്തകത്തിനായിരുന്നു എന്ത്? ബാലസാഹിത്യം. അതായത് 2018 പ്രളയത്തെ ആസ്പദമാക്കിയിട്ട് പ്രിയ എസ് എഴുതിയ ഒരു കൃതിയായിരുന്നു എന്ത്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അതിനായിരുന്നു 2023 ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ, അതേപോലെയുള്ള പഠിക്കേണ്ട മറ്റൊന്നാണ് 2023 അവാർഡ് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച EV രാമകൃഷ്ണൻ ഉണ്ട്. EV രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഏതാണ്? മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കായിരുന്നു. ദേശകാലങ്ങൾ എന്ന കൃതിക്കായിരുന്നു ഈ പറയുന്ന അദ്ദേഹത്തിന് സമ്മാനം എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആർക്കാണ്? TP ഔസേപ്പി. നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ എന്താണ്? PR ശ്രീജേഷ്, KC ലേഖ, സാജൻ പ്രകാശ്, ഇവരെല്ലാവരും എന്താണ്? മത്സരാർത്ഥികളാണ് അല്ലെ. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് കൊടുക്കുന്നത്? നമുക്കറിയാം എന്താണ്? മികച്ച പരിശീലകന് കൊടുക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണേത്? ജടായു. ജടായു എവിടെയാണ്? ചടയമംഗലം. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് എന്ത്? ജടായു ശില്പമുള്ളത്. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണേത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എന്താണ്? സിയാൽ എന്ന് പറയും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല അത് നമ്മുടെ സജി ചെറിയാനാണ്, അതായത് കൾച്ചറൽ മിനിസ്റ്റർ ആണ്. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ MR ബൈജു ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നടക്കുമ്പോഴേക്കും സക്കീർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് ആരാണ്? MR ബൈജു ആണ്. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? എത്രയാണ്? 13 ജില്ലാ ബാങ്കുകളാണ്. അതിൽ മലപ്പുറമായിരുന്നു വിട്ടുനിന്നിരുന്നത്. അപ്പൊ ഈ ജില്ലാ സഹകരണ ബാങ്കുകളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? എന്നാണ് നിലവിൽ വന്നത്? 2019 നവംബർ 29 അത് രൂപീകരിച്ചത്. അതേപോലെ തന്നെ അതിന്റെ ആദ്യ പ്രസിഡന്റ്, അതെ ഇപ്പോഴും നിലവിലും അദ്ദേഹം തന്നെയാണ്. ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. ഓക്കെ, അതേപോലെ ആദ്യ ഫസ്റ്റ് സിഇഒ എന്ന് പറയുന്നത് VS രാജനാണ്. ആദ്യ സിഇഒ എന്ന് പറയുന്നത്. എങ്കിൽ നിലവിൽ ആരാണ് സിഇഒ? നിലവിൽ സിഇഒയ്ക്ക് മാറ്റമുണ്ട്. ആരാണ്? ജോർട്ടി എം ചാക്കോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? അന്ന ബെന്നിന് ഏതായിരുന്നു? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡായിരുന്നു. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലാണ്? ശാസ്ത്രവും എഞ്ചിനീയറിംഗും വൈദ്യശാസ്ത്രവും സാമൂഹ്യ പ്രവർത്തനം. മറ്റുള്ളവ അതായത് കാർഷികം വെറ്റിനറിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ശോശാമ്മ ഐപ്പ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് 2002 2002.
ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് എന്ത്? ഭൂമിയുടെ വൻകര ഭൂവൽക്കം. അതായത് നമുക്കറിയാം ഭൂവൽക്കമുണ്ട്, മാൻഡിലുണ്ട്, അതേപോലെ തന്നെ കാമ്പുണ്ട്. ഈ ഭൂവൽക്കത്തെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കമുണ്ട്, അതേപോലെ സമുദ്ര ഭൂവൽക്കമുണ്ട്. ഈ വൻകര ഭൂവൽക്കമാണ് എന്ത്? സിയാൽ എന്ന് പറയുന്നത്. സിയാല് സിലിക്കണും അലൂമിനിയം. സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ സിമ എന്ന് പറയും. എന്താണ്? നമ്മുടെ സിലിക്കയും മഗ്നീഷ്യവും വരും. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, സിയാല് നമ്മുടെ എയർപോർട്ട് അല്ലെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? സിയാലല്ലേ അത് പറയുന്നത്, കരയിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ എവിടെയാണ്? കരയിലാണ്. അപ്പൊ വൻകര ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മറ്റേത് എളുപ്പമാണ്. ഇനി കാമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? നിഫെ എന്ന് പഠിക്കുന്നത് അല്ലെ. നിഫെ നിക്കലും അയണുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന, അപ്പൊ ഇവിടെ ഏതാണ്? മഗ്നീഷ്യം സിലിക്ക എന്ന് പറയുന്നത് എന്ത് വരും? സമുദ്ര ഭൂവൽക്കം. നമുക്ക് വേണ്ടത് വൻകര ഭൂവൽക്കമാണ്, അലൂമിനിയവും സിലിക്കയുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അത് ബസാൾട്ട് ആണ്. ബസാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആഗ്നേയ ശിലയാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്, ഇതെന്തായിരുന്നു? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്നാണ് ഡിസംബർ 5 ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത്. അതിൽ 2024 തീം എന്ന് പറയുന്നത് കെയറിംഗ് ഓഫ് സോയിൽ, എന്താണ്? മെഷർ മോണിറ്റർ മാനേജ്. അതായത് മണ്ണിന്റെ സംരക്ഷണം, എന്താണ്? പരിപാലനം, അതൊക്കെയായിരുന്നു ആ കെയറിംഗ് ഓഫ് സോയിൽ, മെഷർ മോണിറ്റർ മാനേജ്. അതിന്റെ മലയാളീകരിച്ച് വരുമ്പോഴേക്കും അതിന് വ്യത്യാസം വരും. അപ്പൊ എങ്കിലും അറിഞ്ഞിരിക്കുക എന്തായിരുന്നു? പരിപാലനം, അളക്കൽ, നിരീക്ഷിക്കൽ എന്നൊക്കെ തന്നെയായിരുന്നു. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അറ്റ്ലസ് ഉണ്ട്, ആൽപ്സ് ഉണ്ട്. ഓപ്ഷൻ ഡി, ബി ആൻഡ് സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഹിമാലയം എന്താണ്? ഒരു മടക്ക് പർവ്വതമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് എന്ത് പറയുന്നത്? മലവെള്ള പാച്ചിൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഏത്? യു പി ആണ് ഉയർന്ന ജനസംഖ്യ. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? നഗരം. നഗരത്തിലാണ് 1,00,000-ലധികം ആൾക്കാർ വേണം, എങ്കിൽ എന്താണ്? 10,00,000-ൽ താഴെയുമായിരിക്കണം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ശരത്കാലം എന്ന് മുതൽ എന്ന് വരെയാണ് നമ്മൾ പറയുന്നത്? അത് സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് ശരത്കാലം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണേത്? പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്, അപ്പൊ നമ്മൾക്കറിയാം ഹിമാലയം ഉത്തരപർവ്വത മേഖലയെ ഇങ്ങനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിലിവിടെ ട്രാൻസ് ഹിമാലയം വരുന്നുണ്ട്, പിന്നെ എന്താണ്? ഹിമാലയം വരുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് ആണ് എന്ത്? പൂർവാചൽ. എന്താണ്? കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചൽ എന്നൊക്കെ പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് എന്തൊക്കെ? കാരക്കോറം, അതേപോലെ ലഡാക്ക്, പിന്നെന്താണ്? സസ്കർ. ഈ കാരക്കോറത്തിലാണ് എന്തുള്ളത്? മൗണ്ട് കേറ്റു ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹിമാലയത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് വരും. ഓക്കെ. പൂർവാചലിൽ വരുന്നതാണ് എന്തൊക്കെ? പട്കായിബം വരും, പിന്നെന്തൊക്കെയാണ്? ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകള്, മീസോ കുന്നുകള്, ഇതൊക്കെ എവിടെയാണ്? ഈ പറയുന്ന പൂർവാചലിലാണ്. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ലഡാക്ക് ഇതല്ല, കാര്യം ഇവിടെ സിവാലിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതല്ല, ഇതുമല്ല. പട്കായിബം ഒക്കെ നമുക്കറിയാം അത് പൂർവാചലിലാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ലഡാക്ക് ആൻഡ് സസ്കർ ആണ്. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? അവകാശ പത്രികയിൽ ഒപ്പുവെച്ചത് അത് വില്യംസ് തേർഡ് ആണ്. വില്യംസ് തേർഡ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആര്? ഹരിനായർ. ആരാണ്? വി ഹരിനായർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 450/300 ആണ്. അതായത് നമുക്കറിയാം 3:2 ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 28(1) എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് 28(2) എന്ന് പറയുന്നത്? അതായത് ഈ പറയുന്ന മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്താണ് അവരുടെ കീഴിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റിന്റെ കീഴിലൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് ഈ 28(1) ബാധകമല്ല. അതായത് അവിടെ
പാടില്ല എന്ന് പറയുന്ന ഒരു കേസ് അവർക്ക് ബാധകമല്ല. കാര്യം അവരുടെ ഉദ്ദേശം തന്നെ അവരുടെ മതത്തെ പറ്റി പഠിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിന്റെ കീഴിലൊക്കെ ആണെങ്കിൽ അവരുടെ മതത്തെ പറ്റി പഠിപ്പിക്കും. അപ്പൊ അവർക്ക് എന്ത് ബാധകമല്ല? 28(1) ബാധകമല്ല. ഇവിടെ പറയുന്നത് എന്താണ്? പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ടാണ്, അതായത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഈ പറയുന്ന 28(3) എന്താണ്? ഇപ്പൊ സ്റ്റേറ്റിന്റെ സഹായത്തോടെ അല്ല അത് പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്താണ് അവിടെ മതപരമായ കാര്യങ്ങൾക്ക് അനുവദിക്കും. പക്ഷെ എന്താണ്, നമ്മൾ ആരെയും നിർബന്ധിക്കാനായിട്ട് പാടില്ല. കുട്ടി അത് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധിക്കാനായിട്ട് പാടില്ല. അതാണ് 28(3) പറയുന്നത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടത്, കടമെടുപ്പാണ് എത്ര? 293. അതായത് സംസ്ഥാനങ്ങൾ എന്താണ് കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 293 എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഗോപാൽ വല്ലഭ് പട്നായിക് ആണ്. ഉണ്ടോ? നമ്മൾ ആ ഒന്നാമത്തെ പഠിക്കും, നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ളത് പഠിക്കും, തൊട്ട് മുന്നേ ഉള്ളത് പഠിക്കും. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന നോക്കിക്കേ, വഹിച്ചിട്ടില്ലാത്ത. അപ്പൊ എന്ത് ചെയ്യണം? ഓൾമോസ്റ്റ് എല്ലാവരെയും നമ്മൾ അറിഞ്ഞിരുന്നാലേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പാണ് 8ാമത്തെ വകുപ്പ്. അതായത് 8ാമത്തെ വകുപ്പിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റിയൊന്നും നമുക്ക് എന്താ വിവരം നൽകാനായിട്ട് തരത്തില്ല. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്? ഏതാണ്? അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം 1989 നവംബർ 20 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉള്ളതാണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. എങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ്. ഉണ്ടോ? ഇതാണ് ദേശീയത്തിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1885 ഡിസംബർ 28 INC രൂപീകൃതമാകുന്നത്. എത്ര പേരായിരുന്നു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത? 72 പേരാണ്. അതേപോലെ തന്നെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? WC ബാനർജി അല്ലേ? ഉമേഷ് ചന്ദ്ര ബാനർജി, WC ബാനർജിയാണ് ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ബാനർജി. ഇനി ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ആ ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് AO ഹ്യൂം ആണ് INCയുടെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ആദ്യത്തെ സത്യാഗ്രഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ബീഹാർ. ഓക്കെ, അഹമ്മദാബാദിൽ നടത്തിയിരുന്ന എന്തായിരുന്നു? ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചുള്ളത് അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഇതിലാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നതൊക്കെ ഇതിലാണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? ഫസൽ അലി കമ്മീഷൻ എന്ന് പറയും. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. അതുകൊണ്ടാണ് ഒക്ടോബർ 16 എന്തായിട്ട് ആചരിക്കുന്നത്? ബംഗാളിൽ വിലാപ ദിനമായിട്ടാണ് അന്ന് ആചരിച്ചത്. അതേപോലെ അത് റദ്ദ് ചെയ്തത് ആരാണ്? 1911 ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് സെക്കൻഡ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. 1887 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയത് എവിടെയായിരുന്നു? കാൺപൂർ. ഇത് എപ്പോഴും നിങ്ങളൊന്ന് പഠിക്കണം. എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് 1857 കലാപം ഒന്നുകിൽ അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരായിരുന്നു എന്ത്? റാണി ഝാൻസി റെജിമെന്റ്. സാന്താൽ കലാപം നടന്ന പ്രദേശമാണേത്? രാജ്മഹൽ കുന്നുകൾ. നമ്മൾ പറഞ്ഞു 1855-56 കാലഘട്ടത്തിൽ സിദ്ധുവും കാൻഹുവും ആയിരുന്നു അതിന്റെ നേതാക്കൾ എന്നൊക്കെ പറയുന്നത്. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണേത്? മറാത്ത. അതുകൊണ്ടാണ് മറാത്തയും ഉണ്ട്, അതേപോലെ തന്നെ കേസരിയും ഉണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരാണ് മറാത്ത കേസരി എന്ന് പറയുന്നത്. എങ്കിൽ ന്യൂ ഇന്ത്യ ആരാണ്? ന്യൂ ഇന്ത്യയും ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യയും ഉണ്ട്, അതേപോലെ തന്നെ കോമൺവീലും ആനി ബസന്റ് ആണ്. കോമൺവീൽ. ന്യൂ ഇന്ത്യ ആനി ബസന്റ് ആണെങ്കിൽ യങ് ഇന്ത്യ ആരുടേതാണ്? യങ് ഇന്ത്യ അത് നമ്മുടെ ഗാന്ധിജിയുടെ പത്രമായിരുന്നു. യങ് ഇന്ത്യ ഗാന്ധിജി. അതേപോലെ തന്നെ ഏതാണ്? ഹരിജനും ഗാന്ധിജിയാണ്. ഹരിജൻ എന്ന പത്രവും ഗാന്ധിജിയുടേതാണ്. വന്ദേമാതരം ആരുടേതാണ്? വന്ദേമാതരം ലാലാ ലജ്പത് റായ്. വന്ദേമാതരം. ബംഗാളി പത്രമോ? ബംഗാളി എന്ന പത്രം അത്
സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി. എങ്കിൽ നേഷൻ എന്ന പത്രം ആരുടേതായിരുന്നു? നേഷൻ അത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടേതായിരുന്നു നേഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രമാണിത്. ബൊക്കാറോ ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേലയാണെങ്കിലോ റു ഓജ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. റു ഓജ, റൂർക്കേല ഒഡീഷ ആരാണ്? ജർമ്മനിയാണ് സഹായം നൽകിയത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ഈ 100 ക്വസ്റ്റ്യൻസും പഠിച്ചു പോവുക. എന്തായാലും പ്രിലിംസിന് അത് ഉപകാരപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 100 ക്വസ്റ്റ്യൻ വീതം അത്യാവശ്യം ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ 1000 ക്വസ്റ്റ്യൻസിലേക്ക് എത്തുവാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക്